ഞാൻ ബോൾഡൊന്നുമല്ല. അല്ല എന്നാലേ കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് ക്യാരക്ടർ. ഞാനിങ്ങനെ ഒരു അവസരം കാത്തിരിക്കുമല്ലേ. ഞാൻ തയ്യൽ കോസ്റ്റ്യൂം ചെയ്യുമ്പോഴത്തേക്കും ഒരു ചാൻസ്, ഒരു നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും അങ്ങനെ നിൽക്കുക. ഈ നല്ല സിനിമയിൽ നിങ്ങൾ പറഞ്ഞ ആ ചീത്തപ്പേരൊക്കെ ചീത്തപ്പേരെന്ന് പറയാം, ഞാൻ പറയും. അത് കഴിഞ്ഞുള്ള ഒരു മാറ്റത്തിലേക്കൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. ഇനി വേണം നസറുദ്ദീൻ ഷാ പോലെ ചെല്ലപ്പേരെന്ന് പറയും ചിലർ. ഈ ചീത്തപ്പേരൊക്കെ ഞാൻ ഇനി ഒന്ന് മാറ്റിയെടുക്കുമെന്ന് പറയില്ലേ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂവിന്റെ ബാക്കി പകുതി മറ്റൊരു ലൊക്കേഷനിൽ ഇരുന്ന് എടുക്കാനുള്ള ഭാഗ്യമൊക്കെ എനിക്കുണ്ട്. സ്ഥലം മാറ്റി. അതെ, സ്ഥലം മാറി. പക്ഷെ ഞങ്ങൾ ഇന്റർവ്യൂ വീണ്ടും തുടങ്ങില്ല, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ പോട്ടെ. ചേട്ടാ, ഈ 5-ാം പാതിരയൊക്കെ കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് ബ്ലേസറൊക്കെ ഇട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാന്ന് തോന്നുന്നത്. അത് കണ്ടായിരുന്നല്ലോ, അത് എന്തായിരുന്നു സംഭവം? അതെ, അത് ആദ്യത്തെ കൊറോണ വന്നില്ലേ, അപ്പോൾ നമ്മൾ വെളിയിൽ ഇറങ്ങാതെ മുടി വെട്ടാതെ ഷേവ് ചെയ്യാതൊക്കെ ഇരുന്നപ്പോഴാണ് എറണാകുളത്തുള്ള നമ്മുടെ കുറച്ച് അച്ചീവ്സ്, കുറച്ച് കൂട്ടുകാർ, കുഞ്ഞു കൂട്ടുകാരാ, അവരിങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് ഇറങ്ങിയേക്കാം, എന്തെങ്കിലും കാണാതെ വിളിക്കില്ല. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂട്ടുകാരനൊക്കെ ആയിരുന്നു, ഒരു സലീമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആളുടെ മോനും മോളും ഒക്കെ ചേർന്നുള്ളൊരു പരിപാടിയായിരുന്നു. അങ്ങനെ ചെയ്ത് അവർക്ക് തല വെച്ച് കൊടുത്തു, അവരതങ്ങ് ഗംഭീരാക്കി. അല്ല, അത് കണ്ടു ചേട്ടന് ഇതുവരെ കാണാത്ത ഒരു കോസ്റ്റ്യൂമും മൊത്തത്തിലൊരു ഭയങ്കര വേറെ ആറ്റിറ്റ്യൂഡ്, ഉഷാറായിട്ട് എന്തോ വിസ്ക് അങ്ങനെ എന്തോ പേര് ആണ്. അതാ ചെയ്ത് കഴിഞ്ഞതിന്റെ ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലുള്ളവരൊക്കെ എന്താ പറഞ്ഞേ? അവരൊക്കെ ഞെട്ടിപ്പോയി. അവരൊക്കെ എന്നെ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. മക്കൾ എന്ത് പറഞ്ഞു അത് കണ്ടപ്പോഴത്തേക്ക്? അച്ഛൻ ചെറിയ പിള്ളേരുടെ കൂടെ കറങ്ങണുണ്ടോ? അവരുടെ ഒരു അഭിപ്രായം എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് മോനാ. അവൻ്റെയൊക്കെ പ്രായക്കാരാണ്. അവൻ തന്നെ ചെയ്ത് അങ്ങനെയാണ്. മറ്റേ ഇങ്ങനെയൊക്കെ ഉള്ളവർ, എൻ്റെ ഫോൺ സാധാ ഫോണാണ്, അപ്പം അവൻ അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ചേട്ടാ, ഇപ്പോൾ ഒരു മറ്റേ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്കൊന്നും മാറിയില്ലേ? പിന്നെ ഉള്ള സമയം അത്രയും അതിൽ പോകും. അതൊരു സത്യസന്ധമായ കാര്യമാണ്. എല്ലാവരും വിളിച്ചിട്ട് ഒരാശംസ പറയൂ, ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കണം, പിന്നെ നമുക്ക് ഒന്നിന് നേരം കിട്ടില്ല. അപ്പം ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയുമോ ഇല്ല, ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട് സൗകര്യമില്ല. കൊറോണ ആയതുകൊണ്ട് വേറെ കുട്ടികളെ ഒന്ന് കൂട്ടുപിടിക്കാനും പറ്റൂലല്ലോ. സത്യം. അങ്ങനെ അതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ വളരെ ബുദ്ധിപരമായിട്ട് സ്മാർട്ട് ഫോണിലേക്കൊന്നും മാറാതെ വളരെ നൈസായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റിലും എപ്പോഴും ഈ എല്ലാം പഠിച്ച കൂട്ടുകാരുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ കൂടെ സഹായിക്കും. ഈ തിരുവനന്തപുരത്ത് മറ്റേ ഇന്ദ്രൻസ് ബ്രദേഴ്സ് ടൈലേഴ്സ് ഇപ്പോഴും ഭയങ്കര സജീവമായിട്ട് തന്നെ പോകുന്നില്ലേ? അവർക്ക് വേറെ പണിയൊന്നും അറിയാത്തതുകൊണ്ട് 2 അനിയന്മാരുണ്ട്, അവർ നോക്കിക്കോളും. ചേട്ടൻ്റെ തല അതിനകത്തേക്കും കൂടെ ഇടേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല, അവരെന്നെ അവിടെ അടുപ്പിക്കുകയോ ഇല്ല. ഞാൻ ചെന്നിരുന്ന അവർക്ക് ശല്യമാണ്, ഞാൻ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക.